ഹായ് ആൾ എൻ വി ബയോളജി ക്ലാസ് വീഡിയോ ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ് 12 സുവോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയും ഡിസ്കഷനാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് പൂർണ്ണമായും അൺഒഫീഷ്യൽ ആൻസർ കീ ആണ്. ഔദ്യോഗിക ആൻസർ കീ നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ എനി 3 ക്വസ്റ്റ്യൻ ഫ്രം 1 to 5 ഈച്ച് ക്യാരി 1 സ്കോർ. അപ്പോൾ 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും 3 ആൻസർ ചെയ്യാനാണ് പറഞ്ഞത്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതമാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫ്രം ദ ഫോളോയിങ് ഫൈൻഡ് ഔട്ട് ദ സിംബോൾ യൂസ്ഡ് ഇൻ ദ ഹ്യൂമൻ പെഡിഗ്രി അനാലിസിസ് റെപ്രസെന്റിംഗ് മെയിൽ. ഇതിൽ മെയിൽ എന്ന പെഡിഗ്രി അനാലിസിസ് കുറെ തന്നിട്ടുണ്ട്. അതിൽ മെയിൽ എന്നറിയപ്പെടുന്നത് ഏത് സിംബലിനാണ് മെയിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്? നമുക്കറിയാം ഏതായിരിക്കും മെയിൽ എന്ന് പറയുന്നത്. യെസ്, ആൻസർ ഏതാണ്? സി ആണ്. ഏതെന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത്. കാരണം ഇതെന്താണ്? ഇത് ഫീമെയിൽ ആണ്, ഇത് സെക്സ് ആണ്, സ്പെസിഫൈഡ് ആണ്. ഇത് ഫീമെയിൽ ആണ്, പക്ഷെ അഫക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ആരാണ്? ആൻസർ സി ആണ് ആൻസർ ആയിട്ട് വിടുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ ടെക്നിക് ഫോർ ട്രാൻസ്ഫറിംഗ് എംബ്രിയോ അപ് ടു 8 ബ്ലാസ്റ്റോമിയർ ഇൻ ടു ദ ഫലോപ്പിയൻ ട്യൂബ്. ഏകദേശം 8 ബ്ലാസ്റ്റോമിയർ ഉള്ള ഒരു എംബ്രിയോനെ ഫലോപ്പിയൻ ട്യൂബിലേക്ക് മാറ്റുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഏതായിരിക്കും അത്? സിഫ്റ്റ് ആയിരിക്കും. സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. അപ്പൊ ആൻസർ ഏതാണ്? ബി ആണ്. ഗിഫ്റ്റിൽ എന്താ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗമീറ്റുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ICSIലോ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. എഗിന്റെ സൈറ്റോപ്ലാസത്തിനകത്തേക്ക് നമ്മൾ സ്പേം ഇഞ്ചക്ട് ചെയ്യണം. IUIയുടെ ഫുൾ ഫോം എന്താ? ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. അതായത് യൂട്രസിനകത്തേക്ക് സെമൻ നമ്മൾ ആർട്ടിഫിഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? IUI എന്ന് പറയും. സോ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ ഏതാണ്? ബി ആണ്. സിഫ്റ്റ്, സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഓക്കെ, മൂന്നാമത്തത് മൈക്രോബ് വിച്ച് ഹെൽപ്പ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്. ബയോഗ്യാസ് പ്രൊഡക്ഷന് സഹായിക്കുന്ന സൂക്ഷ്മജീവി ഏതാന്ന് ചോദിച്ചാൽ നമുക്കറിയാം അതൊരു എനീറോബിക് ബാക്ടീരിയ ആണ്. അവന്റെ പേര് ഏതാണ്? മെഥനോജൻ അല്ലെങ്കിൽ മെഥനോ ബാക്ടീരിയ എന്ന് പറയും. ഏതാണ് ആൻസർ? ആൻസർ ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹ്യൂമൻ ആൻസർ ഈസ് മോർ ആപ്പെ ലൈക്ക്. ആപ്പെ പോലെ ഏറ്റവും കൂടുതൽ സാമ്യത കാണിക്കുന്ന മനുഷ്യന്റെ പൂർവികൻ ആര് എന്നാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഹ്യൂമൻ എവല്യൂഷൻ പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡ്രയോപിത്തക്കസ് ഉണ്ട്, രാമാപിത്തക്കസ് ഉണ്ട്. ഇതില് ഡ്രയോപിത്തക്കസ് ആണ് മോർ ആപ്പെ ലൈക്ക്. ഹ്യൂമൻ ലൈക്ക് ആരാണ്? രാമാപിത്തക്കസ്. സോ ആൻസർ ഏതാണ്? ഡ്രയോപിത്തക്കസ് ആണ് ഏതെന്ന് പറയുന്നത് ആൻസർ ഈസ് ബി. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ കോസ് ഓഫ് എക്സ്റ്റിങ്ഷൻ ഓഫ് സിച്ചിൽഡ് ഫിഷ് ലേക്ക് വിക്ടോറിയ ഓഫ് ഈസ്റ്റ് ആഫ്രിക്ക. ഈസ്റ്റ് ആഫ്രിക്കേന്റെ അകത്ത് ലേക്ക് വിക്ടോറിയ തടാകത്തിനകത്തുള്ള സിച്ചിൽഡ് ഫിഷ് നശിക്കാൻ കാരണമായ പ്രതിഭാസം നമുക്കറിയാം. അതിനകത്തേക്ക് ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു? നൈൽ പെർച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? അതിനകത്തുള്ള ലേക്ക് വിക്ടോറിയനകത്തുള്ള നേറ്റീവ് സ്പീഷീസ് ആയ സിച്ചിൽഡ് ഫിഷിന്റെ എണ്ണം കുറഞ്ഞു. സോ അത് എന്ത് ടൈപ്പാണ്? നമ്മൾ പറഞ്ഞു ഫോർ എവിൾ കോർട്ടറ്റ് എന്ന് പറയുന്ന 4 കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു അല്ലെ, ബയോഡൈവേഴ്സിറ്റി നശിക്കാൻ കാരണമായ. അപ്പൊ ഇതിൽ ഏറ്റവും ആൻസർ ഏതാണ്? സി ആണ് ആൻസർ വരിക. ഏതാണ്? ഏലിയൻ സ്പീഷീസ് ഇൻവെൻഷൻ. അപ്പൊ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. രണ്ടാമത്തെ നോക്കൂ, ആൻസർ ഇനി 9 ക്വസ്റ്റ്യൻ ഫ്രം 6 to 16 ഈച്ച് ക്യാരി 2 സ്കോർ. ഏതെങ്കിലും 9 ക്വസ്റ്റ്യൻ എഴുതുക. 6 മുതൽ 16 ക്വസ്റ്റ്യനിന്റെ ഇടയിൽ ഏതെങ്കിലും 9 ക്വസ്റ്റ്യൻ എഴുതുക. ഈച്ച് ക്യാരി 2 സ്കോർ. ഓരോന്നിനും എത്ര മാർക്ക് വീതമാണ്? 2 മാർക്കാണ്. സം എക്സാമ്പിൾ ഓഫ് മൈക്രോബ്. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സം എക്സാമ്പിൾ ഓഫ് മൈക്രോബ് ഇൻ ഹ്യൂമൻ വെൽഫെയർ ആർ ഗിവൺ ബിലോ. മനുഷ്യന് ഉപകാരപ്രദമാകുന്ന ചില സൂക്ഷ്മജീവികളെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ക്ലാസിഫൈ ദം അണ്ടർ ദ ഹെഡിങ് ഗിവൺ ബിലോ. താഴെ പറഞ്ഞ 2 ഹെഡിങ്ങുകളുടെ കീഴിൽ അവയെ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം നമുക്ക് ഹെഡിങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഹെഡിങ് എന്താ? മൈക്രോബ് ആസ് ഹൗസ് ഹോൾഡ് പ്രൊഡക്റ്റ്. വീടുകളിൽ ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവികളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തേത് ഏതാണ് നോക്കൂ. രണ്ടാമത്തേത് മൈക്രോബ് ആസ് ബയോ ഫെർട്ടിലൈസർ. ചില ജീവികൾ, സൂക്ഷ്മജീവികൾ നമ്മൾ ജൈവ വളങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഏതൊക്കെയാ നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ എക്സാമ്പിൾ നോക്കൂ, റൈസോബിയം എന്ന് പറയും അല്ലെ. റൈസോബിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആണ് റൈസോബിയം. അപ്പൊ റൈസോബിയം ഏതിന് കീഴിൽ വരുന്നതാണ്? ബയോ ഫെർട്ടിലൈസറിന് കീഴിൽ വരും. ഞാൻ കളറിന്റെ രൂപത്തിൽ കാണിച്ചിട്ടുണ്ട്. റെഡ് കളറിൽ വരുന്നതൊക്കെ ഞാൻ ബയോ ഫെർട്ടിലൈസറിന്റെ കീഴിലും, മറ്റേ കളറിൽ വരുന്നത് ഞാൻ ഹൗസ് ഹോൾഡ് പ്രൊഡക്റ്റിന്റെ കീഴിലും വരയ്ക്കുകയാണ്. അടുത്ത പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാനി. നമുക്കറിയാം പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ്
It is used for making large holes in sea yeast. Sea yeast വലിയ വലിയ ഹോൾസ് ഉണ്ട്. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ കാർബൺ ഡൈ ഓക്സൈഡ് ബൈ പ്രൊപ്പിയോണി ബാക്ടീരിയം ശർമാണി നമുക്കറിയാം. സോ പ്രൊപ്പിയോണി ബാക്ടീരിയം ശർമാണി നമുക്ക് ഹൗസ് ഹോൾഡ് പ്രൊഡക്റ്റിൽ വെക്കാവുന്നതാണ്. അടുത്തത് അസോസ്പൈറിലം എന്ന് പറയുന്നതും, അസോസ്പൈറിലം ഒരു നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആണ്. ഏതെന്ന് പറയുന്നത് അസോസ്പൈറിലം എന്ന് പറയുന്നത്. അടുത്ത ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ നമുക്കറിയാം. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്ന് പറയുന്നത് നമ്മള് പാലിനെ മിൽക്കിനെ കേടാക്കാൻ സഹായിക്കുന്നു. സോ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്ന് വരുന്നത് ഹൗസ് ഹോൾഡ് പ്രൊഡക്റ്റിലാണ്. അടുത്ത നോക്കൂ അനാബീനയുണ്ട്. അടുത്ത നോക്കൂ ഏതൊക്കെയുണ്ട്? അനാബീനയുണ്ട്, അനാബീന അസോബാക്ടർ ഉണ്ട്. അനാബീനയും അസോബാക്ടറും ഒക്കെ നൈട്രജൻ ഫിക്സിംഗ് ഫ്രീ ലിവിംഗ് ബാക്ടീരിയ ആണ്, നൈട്രജൻ ഫിക്സിംഗ് ആണ്. അപ്പൊ അവന്മാരും ബയോ ഫെർട്ടിലൈസറിന് കീഴിലാണ് വരുന്നുള്ളത്. അടുത്ത നോക്കൂ ഏതാണ് അടുത്തത്? ആസ്പെർജില്ലസ് നൈഗർ എന്ന് പറയുന്നത്. ഈ ആസ്പെർജില്ലസ് നൈഗർ എന്ന് പറയുന്നത് ആക്ച്വലി ആസ്പെർജില്ലസ് നൈഗർ എന്ന് പറയുന്നത് അസ്പെർജില്ലസ് നൈഗർ. അടുത്തത് അസ്പെർജില്ലസ് നൈഗർ. അസ്പെർജില്ലസ് നൈഗർ എന്ന് പറയുന്നത് സിട്രിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇൻഡസ്ട്രീസിൽ സിട്രിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ അതൊരു ബയോ ഫെർട്ടിലൈസറും കൂടിയാണ്, നൈട്രജൻ ഫിക്സിംഗ് കൂടിയാണ്. സോ അതിനെ നമുക്ക് ബയോ ഫെർട്ടിലൈസറുടെ കൂടെ പെടുത്താവുന്നതാണ്. അടുത്ത നോക്കൂ സെക്കാറോമൈസിസ് സെർവീസിയെ. ഈ സെക്കാറോമൈസിസ് സെർവീസിയ എന്ന് പറയുന്നത് നമുക്കറിയാം ഈസ്റ്റ് ആണ്. സോ നമുക്ക് ഏതിൽ പെടുത്താം? ഹൗസ് ഹോൾഡ് പ്രൊഡക്റ്റിൽ പെടുത്താം. അപ്പൊ നമുക്ക് പറയാം റൈസോബിയം എന്ന് പറഞ്ഞാൽ അതൊരു ബയോ ഫെർട്ടിലൈസർ ആണ്. പ്രൊപ്പിയോണി ബാക്ടീരിയം ശർമാണി ഹൗസ് ഹോൾഡ് പ്രൊഡക്റ്റിലാണ്. അസോസ്പൈറിലം നമുക്ക് ബയോ ഫെർട്ടിലൈസർ ആണ്. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ഹൗസ് ഹോൾഡ് പ്രൊഡക്റ്റ് ആണ്. അനാബീന അസോബാക്ടർ നമുക്ക് ബയോ ഫെർട്ടിലൈസർ പെടുത്താം. അസ്പെർജില്ലസ് നൈഗർ സിട്രിക് ആസിഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിലും അത് ഇൻഡസ്ട്രീസിലാണ്, ഹൗസ് ഹോൾഡിലല്ല വരുന്നത്. അപ്പൊ നമുക്കത് ഒരു ബയോ ഫെർട്ടിലൈസർ ആയതുകൊണ്ട് നമുക്ക് ഏതിൽ പെടുത്താം? മൈക്രോബാസ് ബയോ ഫെർട്ടിലൈസർ എന്നുള്ള രീതിയിൽ കൊടുത്താം. എന്തൊരു കുഴപ്പം എന്ന് വെച്ചാൽ ഈ അസ്പെർജില്ലസ് നൈഗർ പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ബയോ ഫെർട്ടിലൈസർ എന്നുള്ള ഒരു വേർഡ് ആയിട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അത് സ്കോർ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ലാസ്റ്റ് വൺ നോക്കൂ സെക്കാറോമൈസിസ് സെർവീസിയ. നമുക്കറിയാം അത് ഈസ്റ്റ് ആണ്. അത് ഏതിൽ വരുന്നതാണ്? ഹൗസ് ഹോൾഡ് പ്രൊഡക്റ്റ് ആണ്. മിക്കവാറും ഇത്രത്തോളം ക്ലാസിഫൈ ചെയ്യാണ്ടാവും മിക്കവാറും എക്സാമിന്. നമുക്ക് എന്ത് പ്രതീക്ഷിക്കാന്ന് വെച്ചാൽ ഈ ഇത്രയും എക്സാമ്പിൾ ഏതെങ്കിലും 4 ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആയി വന്നാൽ, 4 എക്സാമ്പിൾ കറക്റ്റ് കോളത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഇത് അൺഒഫീഷ്യൽ കീ ആണ്. ഒഫീഷ്യൽ കീ നമ്മുടെ വെബ്സൈറ്റിൽ വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ ഷോയിങ് മെന്റൽസ് എക്സ്പെരിമെന്റ് യൂസിങ് പീ പ്ലാൻ. ഗ്രിഗർ ജോഹാൻ മെന്റൽ നടത്തിയൊരു പരീക്ഷണം, ഏത് ചെടി ഉപയോഗിച്ചുകൊണ്ട്? പയർ ചെടി ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പരീക്ഷണത്തിന് ചിത്രീകരണമാണ് കൊടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ എ, ഐഡന്റിഫൈ ദീസ് ക്രോസ്. സിമ്പിൾ ക്രോസ് ആണ്. നോക്കൂ, ടാള് ഡാർഫും എന്ത് ചെയ്തു കിട്ടി. അതിനെ സെൽഫ് ചെയ്തപ്പോൾ 3 ടാളും കിട്ടി. F2 ജനറേഷനിൽ 1 ഡോർഫും കിട്ടി. സാധാരണ ക്രോസ് ആണ്. അപ്പൊ ഇത് എന്ത് ക്രോസ് ആണ്? മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. വിച്ച് ആർ ദ ലോസ് പ്രപ്പോസ്ഡ് ബൈ മെന്റൽ ബേസ്ഡ് ഓൺ ദിസ് ഒബ്സർവേഷൻ. ഈ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ മെന്റൽ പ്രപ്പോസ് ചെയ്ത ലോസ് ഏതാ? മെന്റൽ 2 നിയമങ്ങളാണ് ഇതിനകത്തുനിന്ന് പ്രപ്പോസ് ചെയ്തത്. ഒന്ന് ലോസ് ഓഫ് ഡോമിനൻസും ലോസ് ഓഫ് സെഗ്രിഗേഷനും. പ്രകട സ്വഭാവ നിയമവും വിവേചന നിയമവും. അല്ലെങ്കിൽ ഫസ്റ്റ് ലോ എന്ന് പറയാം, സെക്കൻഡ് ലോ ഓഫ് മെന്റൽ, ഫസ്റ്റ് ലോ ഓഫ് മെന്റൽ എന്ന് പറയാം. അല്ലെങ്കിൽ ലോ ഓഫ് സെഗ്രിഗേഷന് ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമീറ്റ് എന്ന് പറയാം. അപ്പൊ പല രീതിയിലുള്ള ഉത്തരങ്ങൾ വരാം. അപ്പൊ ഒന്നെങ്കിൽ എങ്ങനെയായിരിക്കാം? ലോ ഓഫ് ഡോമിനൻസ്, രണ്ടാമത്തെ ലോ ഓഫ് സെഗ്രിഗേഷൻ, അല്ലെങ്കിൽ ഫസ്റ്റ് ലോ ഓഫ് മെന്റൽ, സെക്കൻഡ് ലോ ഓഫ് മെന്റൽ, അങ്ങനെ എഴുതാം. അല്ലെങ്കിലോ ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമീറ്റ്സ് എന്ന് ലോ ഓഫ് സെഗ്രിഗേഷന് പറയാറുണ്ട്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 7ാമത്തെ ക്വസ്റ്റ്യൻ. 8ാമത്തെ ക്വസ്റ്റ്യൻ. ആൾ കോപ്പുലേഷൻ ലീഡ് ടു ഫെർട്ടിലൈസേഷൻ ആൻഡ് പ്രഗ്നൻസി. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? ആൻസർ ഈസ് നോ. ആൾ കോപ്പുലേഷൻ നോട്ട് ലീഡ് ടു ഫെർട്ടിലൈസേഷൻ ആൻഡ് പ്രഗ്നൻസി. എല്ലാ കോപ്പുലേഷനും പ്രഗ്നൻസിയിൽ അവസാനിക്കില്ല. അപ്പൊ ഡു യു എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ്? ആൻസർ എന്താണ്? നോ ആണ്. ജസ്റ്റിഫൈ യുവർ ആൻസർ. എന്തുകൊണ്ടാണ് നോ എന്ന് പറഞ്ഞത്? ആൻസർ ഇതാണ്. Both sperm and egg should reach simultaneously to the ambulary ischemic junction, then only fertilization will taking place. അതായത് സ്പേമും എഗ്ഗും ഒരുമിച്ച് ആംബ്യുലറി ഇസ്റ്റിമിക് ജംഗ്ഷനിൽ എത്തുകയോ അല്ലെങ്കിൽ ഒവിഡക്റ്റിൽ ഒരുമിച്ച് എത്തിയാൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. ആ പീരീഡ് ഏത് പീരീഡ് ആയിരിക്കും? നമുക്കറിയാം മെൻസ്ട്രൽ സൈക്കിളിലെ 10 to 17 days. ആ പീരീഡിനെ വിളിക്കുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ പീരീഡ്. ആ സമയങ്ങളിൽ സെക്സിൽ ഏർപ്പെട്ടാൽ മാത്രമേ പ്രഗ്നന്റ് ആവുള്ളൂ. അപ്പൊ എല്ലാ സെക്സും പ്രഗ്നൻസിയിൽ അവസാനിക്കില്ല എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലാക്കാം. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ.
Fill the blanks in the column A and B using appropriate term. നമ്മൾ അത് നോക്കിയിട്ട് ഏതൊക്കെയാണെന്നുള്ളത് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു കോളത്തിൽ നമുക്ക് തിയറി തന്നിട്ടുണ്ട്, രണ്ടാമത്തെ കോളത്തിൽ സയന്റിസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഏത് സയന്റിസ്റ്റ് ആണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനുമായി ബന്ധപ്പെട്ടത്? സയന്റിസ്റ്റിന്റെ പേര് നമുക്കറിയാം, ഡാർവിൻ ആണ്. ഓക്കെ. രണ്ടാമത്തേത് യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി. നമുക്കറിയാം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ പ്രപ്പോസ് ചെയ്തതാണ്. അതിനകത്തുള്ള ഒരു തിയറിയാണ് യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻ. ഇത് പ്രപ്പോസ് ചെയ്ത് ലാമാർക്കാണ്. മൂന്നാമത് തിയറി ഓഫ് മ്യൂട്ടേഷൻ. നമുക്കറിയാം ഉൽപരിവർത്തന സിദ്ധാന്തം. ഇത് പ്രപ്പോസ് ചെയ്തത് ഹ്യൂഗോ ഡിബ്രീസ് ആണ് പ്രപ്പോസ് ചെയ്തത്. നാലാമത് തിയറി ഓഫ് സ്പോണ്ടാനിയസ് ജനറേഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ, കുറെ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആയി എന്ന് അറിഞ്ഞു. അതായത് നാച്ചുറൽ സെലക്ഷൻ പ്രപ്പോസ് ചെയ്ത് ഡാർവിൻ ആണ്. യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻ പ്രപ്പോസ് ചെയ്ത് ലാമാർക്കാണ്. പിന്നെ മ്യൂട്ടേഷൻ പ്രപ്പോസ് ചെയ്ത് ഹ്യൂഗോ ഡിബ്രീസ് ആണ്. പക്ഷെ സ്പോണ്ടാനിയസ് ജനറേഷൻ പ്രപ്പോസ് ചെയ്തത് ആരാന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിലില്ല. ടെക്സ്റ്റ് ബുക്കിൽ അത് ഡിസ്പ്രൂവ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേര് മാത്രമേ ഉള്ളൂ. അതാരാണ്? ലൂയിസ് പാസ്റ്റർ ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിടണം, സയന്റിസ്റ്റിന്റെ പേര് മാത്രമാണ് ചോദിച്ചിട്ടുള്ളൂ. സോ യു ക്യാൻ റൈറ്റ് ലൂയിസ് പാസ്റ്റർ. അല്ലെങ്കിൽ അത് പ്രപ്പോസ് ചെയ്ത അരിസ്റ്റോട്ടലിന്റെ പേര് കൊടുത്താലും മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അടുത്ത് നോക്കൂ. പത്താമത്തത്, വൺ ഓഫ് ദ സാലിയൻ ഫീച്ചർ ഓഫ് ജെനറ്റിക് കോഡ് ഈസ് യൂണിവേഴ്സൽ. ജെനറ്റിക് കോഡിന്റെ സാലിയൻ ഫീച്ചർ ആണ് എന്ത്? യൂണിവേഴ്സൽ. റൈറ്റ് എനി അതർ ടു സാലിയൻ ഫീച്ചർ ഓഫ് ജെനറ്റിക് കോഡ്. ജെനറ്റിക് കോഡിന്റെ ഏതെങ്കിലും സാലിയൻ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ജെനറ്റിക് കോഡ് 64 ട്രിപ്ലറ്റ് കോഡോണാണ്. അതിൽ 61 സെൻസ് കോഡോൺ ആണ്, 3 നോൺ സെൻസ് കോഡോൺ ആണ്. ഏതൊക്കെ? 3 സ്റ്റോപ്പ് കോഡ്, UAA, UGA, UAG. പിന്നെന്താണ്? പങ്ക്ച്വേഷൻ ഇല്ല, കോമ ഇല്ല. പിന്നെ ഇറ്റ് ഈസ് റീഡ് ഇൻ കണ്ടിന്യൂസ് മാനർ, അറിയുന്ന കാര്യമാണ്. പിന്നെ അൺആംബിഗസ് ആണ്, ഡീജനറേറ്റ് ആണ്. അങ്ങനത്തെ കാര്യങ്ങൾ കുറെ ടെക്സ്റ്റ് ബുക്കിൽ 1 by 1 ആയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 2 സാലിയൻ ഫീച്ചറുകൾ മാത്രം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഈസ് ദ ഇനീഷ്യേറ്റർ കോഡോൺ ആൻഡ് നെയിം ദ അമിനാസിഡ് ഇറ്റ് കോഡ്സ്. ഏതാണ് ഇനീഷ്യേറ്റർ കോഡോൺ? എപ്പോഴും അതായിരിക്കും AUG ആയിരിക്കും, AUG. ആൻഡ് നെയിം ദ അമിനാസിഡ് ഇറ്റ് കോഡ്. സിമ്പിൾ ആണ്, മെഥിയോണൈൻ ആണ്. ഓക്കെ. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ. 11ാമത്തത്, ആംനിയോസെന്റസിസ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ ഈസ് ലീഗലി ബാനഡ് നൗ. അപ്പോൾ ആംനിയോസെന്റസിസ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ, ലിംഗനിർണയത്തിന് വേണ്ടി ആംനിയോസെന്റസിസ് ഇപ്പോ എന്ത് ചെയ്തിട്ടുണ്ട്? നിയമപരമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. ലീഗലി ബാനഡ് നൗ. വാട്ട് ഈസ് ആംനിയോസെന്റസിസ്? എന്താണ് ആംനിയോസെന്റസിസ്? ഇറ്റ് ഈസ് ദ പ്രീനാറ്റൽ ഫീറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ ടെസ്റ്റ് based on the chromosomal pattern in the amniotic fluid surrounding the developing embryo. അതായത് അമ്മയുടെ യൂട്രസിൽ, ഗർഭാശയത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുവാവയുടെ ചുറ്റുമുള്ള ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഉപയോഗിച്ചുകൊണ്ട് കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിന്റെ സെക്സ് തീരുമാനിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ആംനിയോസെന്റസിസ് എന്ന് പറയുന്നത്. ഓക്കെ. വൈ ഇറ്റ് ഈസ് ബാനഡ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എന്തിനാണ് ഇത് തടഞ്ഞത് അല്ലെങ്കിൽ നിരോധിച്ചത്? സിമ്പിൾ ആണ്. അങ്ങനെ പണ്ടൊക്കെ എന്തെന്ന് വെച്ചാൽ ഫീമെയിൽ, ഒറ്റ ലൈൻ ആൻസർ ചെയ്താൽ, ടു പ്രിവെന്റ് ഫീമെയിൽ ഫീറ്റിസൈഡ്. ടു പ്രിവെന്റ് ഫീമെയിൽ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ പെൺ ഭ്രൂണഹത്യ തടയുവാൻ വേണ്ടിയിട്ടാണ് അത് ബാൻ ചെയ്തുള്ള കാര്യം എഴുതുക. 12ാമത്തത്, നെയിം എനി ടു പ്രോട്ടോസോവൻ ഡിസീസ് ഇറ്റ്സ് കോസേറ്റീവ് ഓർഗാനിസം ആൻഡ് എനി ടു സിംറ്റംസ്. അപ്പൊ ഏതെങ്കിലും ഒരു പ്രോട്ടോസോവൻ ഡിസീസ് എഴുതുക, അതിന്റെ കോസേറ്റീവ് ഓർഗാനിസം എഴുതുക, അതിന്റെ 2 സിംറ്റംസ് എഴുതുക. ഓക്കെ. ഏതൊക്കെയാന്ന് നമുക്ക് പറയാം. അപ്പോൾ 2 പ്രോട്ടോസോവൻ ഡിസീസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഏതൊക്കെയാണ്? മലേറിയ ആൻഡ് അമീബിയാസിസ്. മലമ്പനിയും വയറുകടി എന്ന് പറയുന്ന അസുഖമാണ്. അപ്പൊ അതിന്റെ പാത്തോജനും ഏതെങ്കിലും 2 സിംറ്റംസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മലേറിയയുടെ പാത്തോജന്റെ പേര് പ്ലാസ്മോഡിയം ആണ്. അതൊന്നെങ്കിൽ പ്ലാസ്മോഡിയം വൈവാക്സ് എന്നോ, പ്ലാസ്മോഡിയം മലേറിയ എന്നോ, പ്ലാസ്മോഡിയം ഫാൽസിപാർ എന്നോ, അല്ലെങ്കിൽ പ്ലാസ്മോഡിയം എന്ന് എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടുമെന്ന് വിശ്വസിക്കാം. അടുത്ത സിംറ്റം, ലക്ഷണങ്ങളാണ്. ദ ചിൽ ആൻഡ് ഹൈ ഫീവർ റക്കറിങ് എവറി 3 to 4 days. ചില്ലും ഹൈ ഫീവറും എന്ന് എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടുന്നതാണ്. ഏതെങ്കിലും 2 സിംറ്റം ആണ് എഴുതേണ്ടത്. അടുത്തത് അമീബിയാസിസ് ആണ്. അമീബിയാസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? വയറുകടിയാണ്. പാത്തോജന്റെ പേര് എൻഡമീബ ഹിസ്റ്റോളിറ്റിക് ആണ്. സിംറ്റംസ്, കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, അബ്ഡോമിനൽ പെയിൻ, ക്രാമ്പ്, സ്റ്റൂഡ് വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ട്. ഇതാണ് NCERT-നകത്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്ത സിംറ്റം. ഏതെങ്കിലും 2 സിംറ്റംസ് ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ.
അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ. ട്രോപ്പിക്കൽ അമസോണിയൻ റെയിൻ ഫോറസ്റ്റ് ഇൻ സൗത്ത് അമേരിക്ക ഹാസ് ദ ഗ്രേറ്റസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഓൺ എർത്ത്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം ഉള്ളത് ട്രോപ്പിക്കൽ ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ് ആണ് സൗത്ത് അമേരിക്കയിൽ. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? നിങ്ങൾ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? എക്സ്പ്ലെയിൻ, വിവരിക്കാനാണ് പറഞ്ഞത്. പല രീതിയിൽ കുട്ടികൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? ആൻസർ എന്താണ്? യെസ്, ശരിയാണ്. ഏറ്റവും കൂടുതൽ ലോകത്ത് ബയോഡൈവേഴ്സിറ്റി ഉള്ളത് ഏതാണ്? ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ് തന്നെയാണ്. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇനി പറയുന്നത്. അപ്പൊ അതിന്റെ റീസൺ ഫോർ ഗ്രേറ്റ് ഡൈവേഴ്സിറ്റി ഇൻ ദ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി വരാനുള്ള കാരണം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ഹെഡിങ് ഉണ്ട്, റീസൺ ഫോർ ഗ്രേറ്റ് ഡൈവേഴ്സിറ്റി ഇൻ ദ ട്രോപ്പിക്കൽ റീജിയൻ. അപ്പൊ അതിനകത്തുള്ള 3 പോയിന്റുകൾ എഴുതിയാൽ മതിയോ? ട്രോപ്പിക്കൽ റീജിയൻ ഹാവ് റിമൈൻഡ് റിലേറ്റീവ്ലി അൺഡിസ്റ്റർബ്ഡ് ഫോർ മില്യൺസ് ഓഫ് ഇയേഴ്സ്. ഈ റീജിയന് ദശലക്ഷ വർഷങ്ങളോളം ഡിസ്റ്റർബ് ചെയ്യാതെ കിടന്നു. അതിന്റെ ഫലമായി ധാരാളം സ്പീഷ്യസ് ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടായി എന്ന് പറയാം. അല്ലെങ്കിൽ ട്രോപ്പിക്കൽ എൻവയോൺമെന്റ് അൺലൈക്ക് ടെമ്പറേറ്റ് വൺ, അത് ലെസ് സീസണൽ ആണ്, മോർ കോൺസ്റ്റന്റ് ആണ്, പ്രിഡിക്റ്റബിൾ ആണ്, അങ്ങനത്തെ എഴുതാം. അല്ലെങ്കിൽ ദർ ഈസ് മോർ സോളാർ എനർജി അവൈലബിൾ ഇൻ ദ ട്രോപ്പിക്കൽ റീജിയൻ, ധാരാളം സോളാർ എനർജി ഉണ്ട്, അതിന്റെ ഫലമായി ഹയർ പ്രൊഡക്ടിവിറ്റി ഉണ്ട്, അങ്ങനെ എഴുതാം. ചില കുട്ടികൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, പിന്നെ ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻസ് വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ചില കുട്ടികൾ അവിടെ ആംഫീബിയൻസ് ഇത്രയുണ്ട്, ഫിഷസ് ഇത്രയുണ്ട്, ഇൻവെർട്ടിബ്രേറ്റ്സ് ഇത്രയുണ്ട്, വെർട്ടിബ്രേറ്റ്സ് ഇത്രയുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്കീം ഫൈനലൈസേഷൻ വന്നാൽ മാത്രമേ ഏകദേശം ഏതൊക്കെയാണ് ആൻസേഴ്സ് കറക്റ്റ് വ്യക്തമായ ആൻസേഴ്സ് വരുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. അപ്പൊ ഇത് എഴുതിയാലും മാർക്ക് കിട്ടും, മറ്റത് എഴുതിയാലും മാർക്ക് കിട്ടും എന്ന് നമുക്ക് വിശ്വസിക്കാം. അടുത്ത 14ാമത്തതാണ്. കംപ്ലീറ്റ് ദ ഇല്യൂസ്ട്രേഷൻ ചാർട്ട് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ചാർട്ട് നമ്മൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നോക്കാം. ഡ്രഗ്സ് 3 ടൈപ്പ് ഉണ്ട്. എ കന്നാബിനോയിഡ്, കോക്ക, ആൽക്കലോയിഡ്. അപ്പൊ എ എന്ന് പറഞ്ഞാൽ ഏതാണ്? നമുക്കറിയാം ഏതാണ്? ഓപ്പിയോയിഡ്സ് ആണ് എ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എ കഴിഞ്ഞാൽ ഇറ്റ് ആക്ട് ഓൺ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട്. കന്നാബിനോയിഡ്സ് കന്നാബിനോയിഡ് റിസപ്റ്റർ ഇൻ ബ്രെയിൻ ആണ്. കോക്ക ആൽക്കലോയിഡ്സ് എവിടെയാണ് അഫക്ട്? നമുക്കറിയാം ഇറ്റ് അഫക്ട് ഓൺ സെൻട്രൽ നെർവസ് സിസ്റ്റം, അല്ലെങ്കിൽ ഇറ്റ് ഇന്റർഫിയർ ദ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ കാൾഡ് ഡോപ്പമൈൻ. അങ്ങനെ എഴുതിയാൽ മാർക്ക് കിട്ടും നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, ഇനി അടുത്തത് കോക്ക ആൽക്കലോയിഡ്സ് എറിത്രോക്സൈലം കോക്ക എന്ന് പറയുന്ന ചെടീനെ ഐസൊലേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ചോദ്യം ഇതാണ്, ഓപ്പിയോയിഡ്സ് ഇതിനകത്തുനിന്നാണ് കിട്ടുന്നത്, കന്നാബിനോയിഡ്സ് എവിടെ നിന്നാണ് കേൾക്കുന്നത് ചോദിക്കും. ഓപ്പിയോയിഡ്സ് എവിടെ നിന്നാണ് എടുക്കുന്നത്? ഓപ്പിയോയിഡ്സ് നമുക്കറിയാവുന്ന കാര്യമാണ്, അത് ഐസൊലേറ്റ് ചെയ്യുന്നത് പിന്നെ എന്തുവാ പറയാ, പപ്പാവർ സോംനിഫറം എന്ന് പറയുന്ന പോപ്പി പ്ലാന്റിൽ നിന്നാണ്. കന്നാബിനോയിഡ്സ് ഇതിനകത്തു നിന്നാണ് ഐസൊലേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം കന്നാബിസ് സാറ്റീവ എന്ന് പറയുന്ന ചെടിയാണ്. ഓരോന്നിനും 1/2 മാർക്കാണ്. അങ്ങനെ മൊത്തം 2 മാർക്കാണ് ഈ ക്വസ്റ്റ്യൻ. 15ാമത്തെ ക്വസ്റ്റ്യൻ. കറക്റ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇഫ് ദർ ഈസ് എനി മിസ്റ്റേക്ക്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 രീതിയിൽ തെറ്റുകൾ തിരുത്താം, അതാണ്. അപ്പൊ ആദ്യത്തെ ഹീമോഫീലിയ ഈസ് എൻ ഓട്ടോസോം ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് എന്നാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഹീമോഫീലിയ ഈസ് എ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് എന്ന് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ പിന്നെ ഫിനൈൽ കീറ്റോൺ യൂറിയ എന്നോ, സിക്കിൾ സെൽ അനീമിയ എന്നോ, തലാസീമിയ എന്നോ എന്നിട്ട് എഴുതിയതിനു ശേഷം വരെ ഈസ് എൻ ഓട്ടോസോം ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് എന്ന് എഴുതിയാലും ശരിയായ ഉത്തരം തന്നെയാണ്. അടുത്തത് ബി ടർണേഴ്സ് സിൻഡ്രോം ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എൻ അഡീഷണൽ കോപ്പി ഓഫ് എക്സ് ക്രോമസോം ആണ്. അപ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ടർണേഴ്സ് സിൻഡ്രോം ഈസ് ഡ്യൂ ടു ദ ലോസ് ഓഫ് എക്സ് ക്രോമസോം എന്ന് എഴുതിയിട്ടുണ്ട്. ചില കുട്ടികൾ എഴുതിയിട്ടുണ്ട് ക്ലിൻഫെൽട്ടർ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എൻ അഡീഷണൽ കോപ്പി ഓഫ് എക്സ് ക്രോമസോം. 2 എഴുതിയാലും ശരി തന്നെയാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ്. അങ്ങനെ മൊത്തം 2 മാർക്കാണ് ഈ ക്വസ്റ്റ്യൻ. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ. പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് q സ്ക്വയർ ഇസിക്കൽ 1 ഡിനോട്ട് ആൻ എവല്യൂഷണറി പ്രിൻസിപ്പിൾ. നെയിം ദ പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം പ്രിൻസിപ്പിളിന്റെ പേരെന്താണ്? ഹാർഡി വൈൻബർഗ് പ്രിൻസിപ്പിൾ ആണ്. അടുത്ത 2ാമത്തെ ക്വസ്റ്റ്യൻ. മെൻഷൻ ഇനി 3 ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദിസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നത്, നമ്മൾ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ. ഏതൊക്കെയാണ്? ധാരാളം ഉണ്ട്. ജീൻ ഫ്ലോ, ജീൻ മൈഗ്രേഷൻ, നാച്ചുറൽ സെലക്ഷൻ, റീകോമ്പിനേഷൻ, പിന്നെ മ്യൂട്ടേഷൻ, അങ്ങനെ ധാരാളം ഫാക്ടേഴ്സ് പഠിച്ചിട്ടുണ്ടല്ലേ. അതിൽ ഏതെങ്കിലും 3 ഫാക്ടേഴ്സ് എഴുതിയാൽ മതി. അപ്പൊ ഏതൊക്കെയാണ്? ജീൻ ഫ്ലോ, ജീൻ മൈഗ്രേഷൻ, ജെനറ്റിക് ഷിഫ്റ്റ്, പിന്നെ നാച്ചുറൽ സെലക്ഷൻ, പിന്നെ മ്യൂട്ടേഷൻ. അങ്ങനെ ഇതിലേതെങ്കിലും 3 ഫാക്ടറുകൾ എഴുതിയാൽ മാർക്ക് കിട്ടും കേട്ടോ. അടുത്ത 3ാമത്തെ സെറ്റാണ്. ആൻസർ ഇനി 3 ക്വസ്റ്റ്യൻ. ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻ എഴുതാനാണ് പറഞ്ഞത്. ഫ്രം 17 to 20, 17ന്റെയും 20ന്റെയും ഇടയിൽ ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻ. ഈച്ച് ക്യാരീസ് 3 സ്കോർ. ഓരോന്നിനും 3 മാർക്കാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ചിത്രം നോക്കുക. ഐഡന്റിഫൈ ദ പ്രോസസ് ഇൻ ദ പിക്ചർ. ഏത് പ്രക്രിയയാണ് നടക്കുന്നതെന്നാണ്. അപ്പൊ DNA റെപ്ലിക്കേഷൻ എഴുതിയാൽ മാർക്ക് കിട്ടുന്നതാണ്.
അടുത്ത നെയിം എനി ടു എൻസൈം നീഡഡ് ഫോർ ദിസ് പ്രോസസ്. ധാരാളം എൻസൈമുകൾ ഉണ്ട്, പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ 2 എൻസൈമുകളെ പറഞ്ഞിട്ടുള്ളൂ. DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസും DNA ലിഗേസും. അപ്പൊ അത് ഏരിയ മാർക്ക് ചെയ്തു. ഹെലിക്കേസ് എഴുതിയാലും RNA പ്രൈമേസ് എഴുതിയാലും ടോപ്പൈസോമറൈസ് ഒക്കെ ഈ റെപ്ലിക്കേഷനെ സഹായിക്കുന്നതാണെങ്കിൽ പോലും ടെക്സ്റ്റ് ബുക്കിൽ 2 എൻസൈമുകളെ കുറിച്ച് പ്രതിപാദിച്ചുള്ളൂ. DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസും പിന്നെ DNA ലിഗേസും. അതായത് പെക്യൂലിയാരിറ്റി ഓഫ് ദി ന്യൂലി സിന്തസൈസ്ഡ് ഡോട്ടർ സ്ട്രാൻഡ്. പുതിയതായിട്ടുണ്ടായ സ്ട്രാൻഡിന്റെ പ്രത്യേകതകൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. DNA റെപ്ലിക്കേഷന്റെ ഫലമായിട്ടുണ്ടായ പുതിയതായിട്ടുണ്ടായ സ്ട്രാൻഡ് 2 പ്രത്യേകതകൾ എന്താണ്? ഒരു സ്ട്രാൻഡ് കണ്ടിന്യൂസ്ലി സിന്തസൈസ്ഡ് ആണ്, മറ്റേ സ്ട്രാൻഡ് ഡിസ്കണ്ടിന്യൂസ്ലി സിന്തസൈസ്ഡ് ആണ്. അങ്ങനെ എഴുതിയാൽ മാർക്ക് കിട്ടാവുന്നതാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ 3 മാർക്കിന്. എക്സ്പ്ലെയിൻ ദ മെഷേഴ്സ് യൂസ്ഫുൾ ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസ് എമംഗ് അഡോളസൻസ്. അഡോളസൻസിന്റെ ഇടയിലുള്ള ആൽക്കഹോൾ അബ്യൂസ്, ഡ്രഗ് അബ്യൂസ് പ്രിവെന്റ് ചെയ്യാനും നിയന്ത്രിക്കാനുള്ള എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ തരാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ടെക്സ്റ്റ് ബുക്കിൽ ഹെഡിങ്ങുകളായിട്ടുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഏതൊക്കെ മെഷേഴ്സ് ആണ് നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്? 1 അവോയ്ഡ് അൺഡ്യൂ പിയർ പ്രഷർ, 2 എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്, 3 സീക്കിംഗ് ഹെൽപ്പ് ഫ്രം പാരന്റ്സ് ആൻഡ് പിയേഴ്സ്, 4 ലുക്കിംഗ് ഫോർ ഡേഞ്ചർ സൈൻ, 5 സീക്കിംഗ് പ്രൊഫഷണൽ ആൻഡ് മെഡിക്കൽ ഹെൽപ്പ്. ഇതിൽ ഏതെങ്കിലും 3 എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഹെഡിങ് വിത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ അറിവുകൾ വെച്ച് എഴുതിയാലും മാർക്ക് കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. 19ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഗ്രാഫ് ഗിവൺ ബിലോ ഷോസ് ദ ലെവൽ ഓഫ് ഓവറിൻ ഹോർമോൺ ഇൻ എ നോർമലി മിനിസ്ട്രേറ്റിംഗ് വിമൺ ഡ്യൂറിംഗ് എ ഫോളിക്കുലർ ഫേസ്. സാധാരണ മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ഓവറിൻ ഹോർമോണിന്റെ അളവും അതിന്റെ വേരിയേഷനും കാണിക്കുന്ന ഗ്രാഫാണ്. ഏത് ഫേസിൽ? ഫോളിക്കുലർ ഫേസിൽ. ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും. ക്വസ്റ്റ്യൻ 1ാമത്തത് ഇങ്ങനെയാണ്. നെയിം എ ആൻഡ് ബി. എ എന്ന് പറയുന്ന ഹോർമോൺ ഏതാ, ബി എന്ന് പറയുന്ന ഹോർമോൺ ഏതാ? പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. ബി എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഈസ്ട്രജൻ ആണ്. എ എന്ന് പറഞ്ഞാൽ ഏതാണ്? പ്രൊജസ്ട്രോൺ ആണ്. Question B. Reconstruct the graph showing the level of ovarian hormone in luteal phase. Luteal phase ഇവിടെ ബ്ലാങ്ക് ആക്കി വരച്ചിട്ടുണ്ട്. ആ luteal ഫേസിൽ ഈ ഹോർമോണുകൾക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊന്ന് വരച്ചു നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇത് 14ാമത്തെ ദിവസം കാണിച്ചതാണ്. ഈ വര എന്ന് പറഞ്ഞാൽ 14ാമത്തെ ദിവസമാണ്. ഓക്കെ, 14ാമത്തെ ദിവസത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാല് നമ്മുടെ ഈസ്ട്രജന്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു പോകുന്നു. എന്ത് സംഭവിക്കുന്നു? നമ്മുടെ പ്രൊജസ്റ്ററോണിന്റെ അളവ് എന്ത് സംഭവിക്കുന്നു? ഇങ്ങനെ കൂടി വരികയാണ് ചെയ്യുക. അപ്പൊ ആ ചിത്രം നോക്കൂ. പ്രൊജസ്റ്ററോൺ എന്ത് ചെയ്തു? ലൂട്ടിയൽ ഫേസിൽ എത്തുമ്പോൾ നന്നായിട്ട് കൂടുന്നത് കാണാം. ഈസ്ട്രജൻ എന്ത് ചെയ്യുന്ന കാണാം? കുറയുന്നത് കാണാം. അപ്പൊ ഈ ചിത്രം ഈ ഭാഗമാണ് നിങ്ങൾക്ക് വരയ്ക്കാനുള്ളത്. ഇത് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ കിട്ടുന്നതാണ്. ഓക്കെ, 19ാമത്തെ ക്വസ്റ്റ്യനിലെ സി ക്വസ്റ്റ്യൻ. നെയിം ദ ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദ കോർപ്പസ് ലൂട്ടിയം ആൻഡ് മെൻഷൻ ഇറ്റ്സ് ഫംഗ്ഷൻ. കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാ? നമുക്കറിയാം, പ്രൊജസ്റ്ററോൺ ആണ്. മെൻഷൻ ഇറ്റ്സ് ഫംഗ്ഷൻ. ഇറ്റ് സപ്പോർട്ട് പ്രഗ്നൻസി. പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്നു എഴുതാം. ഇറ്റ് ഈസ് കാൾഡ് പ്രഗ്നൻസി ഹോർമോൺ എഴുതാം. അല്ലെങ്കിൽ ഇറ്റ് മെയിൻറ്റെയിൻ എൻഡോമെട്രിയം എഴുതാം. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എഴുതിയാൽ മതി. സോ സോളജിയിൽ 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ DNA സീക്വൻസ് ഈസ് പ്രൊവൈഡഡ് ബിലോ. ഒരു DNA സീക്വൻസ് തന്നിട്ടുണ്ട്. 5' to 3' ഡയറക്റ്റിൽ. എങ്ങനെയാണ്? ശ്രദ്ധിച്ചു നോക്കിയോക്കെ. ATGC എന്നിട്ട് ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് ഇറ്റ്സ് കോംപ്ലിമെന്ററി സ്ട്രാൻഡ്. അതിന്റെ കോംപ്ലിമെന്ററി സ്ട്രാൻഡിന്റെ സീക്വൻസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല എളുപ്പമാണ്. എങ്ങനെ വരയ്ക്കാം? അപ്പൊ ഇതിന്റെ സീക്വൻസ് ഇവിടെ എങ്ങനെ ആയിരിക്കും? അപ്പൊ ഇവിടെ 3' ആയിരിക്കും, ഇവിടെ എന്തായിരിക്കും? 5' ആയിരിക്കും. അഡിനിന്റെ സുഹൃത്ത് തൈമിൻ. ഇവിടെ ആരായിരിക്കും? അഡിനിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. അപ്പൊ TACG എന്ന് പോയിട്ട് അവസാനം TA എന്ന് പറയുന്ന രൂപത്തിൽ ഇപ്പോ നോക്കൂ, 3' 5' എഴുതണം. എന്നിട്ട് TACG TA എന്ന് പറയുന്ന ഇതായിട്ട് കാണാവുന്നതാണ്. ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ എൻസൈം. 20ാമത്തെ ക്വസ്റ്റ്യനിലെ ബി ക്വസ്റ്റ്യൻ. നെയിം ദ എൻസൈം ഇൻവോൾവ്ഡ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് DNA. DNA ട്രാൻസ്ക്രിപ്ഷനെ സഹായിക്കുന്ന എൻസൈമിന്റെ പേരാണ് ചോദിച്ചത്. DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് എന്നോ RNA പോളിമറൈസ് എഴുതിയാൽ മാർക്ക് കിട്ടുന്നതാണ്. സി 20ാമത്തെ. വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ബോത്ത് സ്ട്രാൻഡ്സ് ഓഫ് ദ DNA ആക്ട് ആസ് എ ടെംപ്ലേറ്റ് ഫോർ ട്രാൻസ്ക്രിപ്ഷൻ. നമുക്കറിയാം, ഒരു DNAയിലെ 2 സ്ട്രാൻഡിലെ ഒരു സ്ട്രാൻഡ് മാത്രമാണ് mRNA കോഡ് ചെയ്യുന്നത്. ആ സ്ട്രാൻഡ് വിളിക്കുന്ന പേര് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ഒരു DNAയിലെ 2 സ്ട്രാൻഡും പിന്നെ ടെംപ്ലേറ്റ് ആയി ആക്ട് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 2 സ്ട്രാൻഡും ടെംപ്ലേറ്റ് ആയാലും എന്തൊക്കെ സംഭവിക്കുന്നുള്ള കാര്യമാണ് പറയുന്നത്. 2 സ്ട്രാൻഡും ടെംപ്ലേറ്റ് ആയാൽ എത്ര RNA ഉണ്ടാവും? 2 RNA മോളിക്യൂൾ ഉണ്ടാവും വിത്ത് എന്ത്?
ഡിഫറെന്റ് സീക്വൻസ്. ഒരു DNA രണ്ട് സ്ട്രാൻഡ് കംപ്ലീറ്റ് ആയാൽ രണ്ട് RNA മോളിക്യൂൾ ഉണ്ടാവും വ്യത്യസ്ത സീക്വൻസിലെ. ആൻഡ് ഇറ്റ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ടു ഡിഫറെന്റ് പ്രോട്ടീൻ. അപ്പോൾ ഒരു DNA അകത്ത് നിന്ന് തന്നെ വ്യത്യസ്ത ഒരു ഇതിനകത്ത് തന്നെ വ്യത്യസ്ത എന്തുണ്ടാവുന്നതാണ്, പ്രോട്ടീൻസ് ഉണ്ടാവുന്നത്. അപ്പം ഇഫ് ബോത്ത് സ്ട്രാൻഡ് ഓഫ് ദ DNA ആക്ട് ആസ് ടെംപ്ലേറ്റ്, ഒരു DNA രണ്ട് സ്ട്രാൻഡും കംപ്ലീറ്റ് ആയി ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ഒന്ന്, ഇറ്റ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ടു RNA മോളിക്യൂൾ വിത്ത് ഡിഫറെന്റ് സീക്വൻസ് ആൻഡ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ടു ഡിഫറെന്റ് പ്രോട്ടീൻ. രണ്ടാമത്തത്, ഈ DNA സ്ട്രാൻഡിൽ നിന്ന് രണ്ട് RNA ആയി കഴിഞ്ഞാൽ ആ രണ്ട് RNAയും കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ, രണ്ട് RNAയും സുഹൃത്തുക്കളായിരിക്കും. അപ്പൊ അതിന്റെ ഫലമായി അവന്മാര് കൂടി ചേർന്ന് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ടാവുന്നതാണ്. അവിടെ തിരുത്തണം, അത് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണ്, DNA അല്ല, RNA ആണ്. ദിസ് RNA വിൽ നോട്ട് ട്രാൻസ്ലേറ്റ് ഇൻ ടു പ്രോട്ടീൻ. അത് എന്തായിട്ട് മാറില്ല, പ്രോട്ടീൻ ആയിട്ട് മാറുന്നില്ല. ഓക്കെ, ഇവിടെ തിരുത്തണേ, ഇതെന്തല്ല, DNA അല്ല, അതെന്താണ്, RNA ആണ്. അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഈ രണ്ട് ദിവസം മുമ്പ് നടന്ന ക്ലാസ് 12 സുവോളജിക്കകത്തുള്ള അൺഒഫീഷ്യൽ ആയിട്ടുള്ള ആൻസർ കീ മാത്രമാണ്. ഈ ആൻസർ കീ അധികമായിട്ടുള്ള ഉത്തരങ്ങൾ വരാവുന്നതാണ്. അപ്പോൾ ഇത് പൂർണ്ണമായും അൺഒഫീഷ്യൽ ആണെന്നുള്ള കാര്യം അറിയിക്കുകയാണ്. ഒഫീഷ്യൽ ആയിട്ടുള്ള ആൻസർ കീ നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ വരുന്നതാണ്. ഓക്കെ, മറ്റൊരു വീഡിയോ ലെസണിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.